പ്രിയമുള്ളവരെ, നിതിൻ രാജ് ആതിരായ എന്നീ ദമ്പതിമാർക്ക് ദൈവകൃപയാൽ ലഭ്യമായ പ്രിയ കുഞ്ഞിന് വേണ്ടിയും കുഞ്ഞെന്ന് ഇവിടെ സ്വീകരിക്കപ്പെടുന്ന അനുഗ്രഹീതമായ വിശുദ്ധ തിരുസ്നാന സാക്കറിന് വേണ്ടിയും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥനയിൽ ആ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവിധം ഭയഭക്തിയോടുകൂടെ ദൈവസ്ഥലായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ ക്രിസ്തേശനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആദാം പാപത്തിൽ വീണത് മുതൽ സകല മനുഷ്യനും പാപത്തിൽ ഉൽപ്പാദിക്കുന്നു, ജനിക്കുന്നു. അങ്ങനെ ദൈവകോപത്തിന് കീഴ്പ്പെട്ട് മരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നാം എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു. അത് ദൈവവചനത്താൽ നാം അറിയുന്നു. അങ്ങനെ ഈ ശിശുവും പ്രകൃതിയ പാപത്തിനും ദൈവകോപത്തിന് വിരോധമായിരിക്കുന്നു. എന്നാൽ കൃപയും കരുണയും നിറഞ്ഞ പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്കായി വാഗ്ദത്തം ചെയ്യുകയും അയക്കുകയും ചെയ്തു. അവൻ സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്ന് തീർത്തു. തന്നിമിത്തം മറ്റുള്ളവരെ പോലെ ചെറിയ ശിശുക്കളെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യശിക്ഷയിൽ നിന്നും ദൈവം വീണ്ടെടുത്തും ഇരിക്കുന്നു. മാത്രമല്ല, ശിശുക്കളെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരെ ആജ്ഞാപിക്കുകയും അവരെ ദയയോടുകൂടെ കൈക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ക്രിസ്തീയ സ്നേഹത്താൽ ഈ ശിശുവിന് വേണ്ടി സഭ ദൈവത്തോടുകൂടെ മധ്യസ്ഥത ചെയ്യപ്പെടണം. ഈ ശിശുവിനെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പാപമോചനവും ക്രിസ്തു യേശുവിലുള്ള കൃപയും രക്ഷയും ലഭിക്കുന്നതിന് ഈ ശിശുവിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്നീ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത്തരം സ്നേഹപ്രവൃത്തികൾ നമ്മുടെ പ്രിയ കർത്താവ് പ്രസാദിക്കുന്നു. അവൻ നമ്മുടെ പ്രാർത്ഥനകൾ നിശ്ചയമായി കേൾക്കുക തന്നെ ചെയ്യും. അതിൽ നമുക്ക് ഉറച്ചിരിക്കാം. മത്തായിയുടെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു: നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനം കഴിപ്പിച്ചു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവൻ. കൂടാതെ മർക്കോസിൻ്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ ഇപ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു: വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ്റെ പരിശുദ്ധ അപ്പോസ്തലന്മാരും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ എന്നും സ്നാനം നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചു കൊണ്ട് ഈ ശിശുവിനെ ദൈവനാമത്തെ സ്നാനപ്പെടുത്തുവാൻ ഇവിടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. മാതാപിതാക്കളോടുകൂടെ വചനം നൽകുന്ന ബുദ്ധി ഉപദേശവും ശ്രദ്ധിപ്പിൻ. ഇപ്പോൾ ഈ ശിശുവിനെ ഏക ദൈവത്തിൻ്റെ നാമത്തെ സ്നാനപ്പെടുത്തുവാൻ പോകുന്നു. ക്രിസ്തീയ സഭ ഏക ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ ഈ പ്രവൃത്തി മുഖാന്തരം നിങ്ങൾ ഏറ്റുപറയണം. കൂടാതെ തിരുസ്നാനമെന്ന കൃപാമുഖാന്തരത്താൽ ഈ ശിശു ഏക സത്യ ദൈവത്തുള്ള രക്ഷാകരമായ വിശ്വാസം പ്രാപിക്കുകയും പിശാചിനെയും അവൻ്റെ എല്ലാ ദുഷ്പ്രവൃത്തികളെയും എപ്പോഴും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഈ ശിശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പരസ്യമായി സാക്ഷീകരിക്കുകയും വേണം. മാത്രമല്ല, സ്നാനപ്പെട്ട ശേഷം എല്ലാ കാലത്തും ഈ ശിശുവിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും സ്നാനത്തെപ്പറ്റി സദാ ഓർമ്മപ്പെടുത്തുകയും വേണം. അതിനും പുറമെ ശരിയായ ദൈവിക പരിജ്ഞാനത്തിലും ഭയഭക്തിയിലും വളരുന്നതിനും തിരുസ്നാന ഉടമ്പടി അവസാനം വരെ കാത്തുകൊള്ളുന്നതിന് വേണ്ട ആലോചനകൾ പറഞ്ഞുകൊടുക്കുകയും സഹകരണങ്ങൾ നൽകുകയും ചെയ്യാം. പരിശുദ്ധ 10 കൽപ്പനകൾ, ക്രിസ്തീയ വിശ്വാസ പ്രമാണം, കർത്താവിൻ്റെ പ്രാർത്ഥന ഇവ കുഞ്ഞിനെ പഠിപ്പിക്കണം.
വളർന്നു വരുമ്പോൾ സ്വന്തം ഉപയോഗത്തിന് വേദപുസ്തകം കൊടുക്കണം. ദൈവാലയത്തിൽ നിരന്തരം കൊണ്ടുപോകണം. ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച് കൂടുതൽ ഉപദേശം നൽകണം. തിരുസ്നാന ഉടമ്പടിയിലും സഭയുമായുള്ള സമ്പർക്കത്തിലും നിലനിന്ന് യേശുക്രിസ്തുവിൻ്റെ നാളോളം ദൈവഭക്തിയുള്ള ഈ ജീവിതം നയിക്കുന്നതിന് ഈ കുഞ്ഞിനെ എപ്പോഴും പോറ്റി പുലർത്തണം. അഥവാ അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഏർപ്പാടുകളും കുഞ്ഞിനായി ചെയ്തു കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതൊക്കെയും സന്തോഷത്തോടെ മനസ്സോടുകൂടെ നിങ്ങൾ ചെയ്യുമോ? അങ്ങനെയെങ്കിൽ ദൈവസഹായത്തെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയുക. നിങ്ങൾ ഈ സ്നേഹപ്രവൃത്തി ആഗ്രഹിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അസാധ്യമായതിനെ അവൻ തൻ്റെ കൃപയാൽ എപ്പോഴും നിങ്ങളിൽ നിറവേറ്റുമാറാകട്ടെ. ആമേൻ. മരിച്ച ക്രിസ്തു നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ കുരിശൻ്റെ അടയാളം നിൻ്റെ നെറ്റിയിലും നിൻ്റെ മാർവിലും ധരിക്കുക. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം കേൾപ്പിൻ. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലയോ? ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവർ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയും. പിന്നെ അവൻ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളവയാകുന്നുവല്ലോ. ഈ പൈതൽ അവിടുത്തെ പൈതലും നിത്യജീവൻ്റെ അവകാശിയും ആയിരിക്കണമേ. അതിന് ഈ ശിശുവിനെ ആർദ്ര കരുണയോടുകൂടെ കടാക്ഷിക്കുകയും തിരുസ്നാനമാകുന്ന വിശുദ്ധ സാക്രമെൻറ്റിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പുതുപ്പിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നീയ ഏഞ്ചൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ സർവശക്തിയുള്ള ദൈവം വെള്ളത്താലും ആത്മാവിനാലും നിന്നെ വീണ്ടും ജനിപ്പിച്ചു. നിന്റെ എല്ലാ പാപങ്ങളെയും അവൻ ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ തൻ്റെ കൃപയാൽ നിന്നെ നിത്യജീവങ്കിലേക്ക് ബലപ്പെടുത്തി കാക്കുമാറാകട്ടെ. ആമേൻ. നിനക്ക് സമാധാനം, നിന്നോടുകൂടെ ദൈവം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സഭ എഴുന്നേൽക്കാം. ഈ കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും നൽകി കൃപാരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന കർത്താവേ, അവിടുത്തെ കൃപാരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ കുഞ്ഞിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഈ കുഞ്ഞിനെ സ്നാനമുഖാന്തരം അവിടുന്ന് വിളിച്ചു വേർതിരിച്ചതിനായി നന്ദി. ഈ പൈതൽ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന് സ്നാനത്തിൽ പാപത്തിന് മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനും ഒടുവിൽ തൻ്റെ മാതാപിതാക്കന്മാരോട് എല്ലാ വിശുദ്ധന്മാരോടുകൂടെ നീ വാഗ്ദത്തം ചെയ്ത സ്വർഗീയ അവകാശം എപ്പോഴും പ്രാപിക്കുന്നതിന് ഇടവരുത്തുമാറാകണമേ. ഈ കുഞ്ഞിൻ്റെ വളർച്ചയിലും ഈ കുഞ്ഞ് യാത്ര ചെയ്യുന്ന ജീവിത യാത്രകളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ. നിയ ഏഞ്ചൽ എന്ന പേരിന് യോഗ്യതയോടുകൂടി വളരുവാൻ അങ്ങ് സഹായിക്കണം. കർത്താവിൻ്റെ മാലാഖമാരുടെ ദൂതഗണത്തിൻ്റെ സംരക്ഷണം ഈ കുഞ്ഞിനെ ലഭ്യമാക്കി കൊടുക്കണം. സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനൊക്കെ ഒരു മാലാഖയായി തീരുവാൻ കുഞ്ഞിനെ അങ്ങ് സഹായിക്കണം. ഈ ആൾത്താരയുടെ അനുഗ്രഹത്താൽ കുഞ്ഞിനെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയിലായിരിക്കുന്ന സഭയുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹ ആശീർവാദം ഈ കുഞ്ഞിനോടും കുഞ്ഞിൻ്റെ വളർച്ചയോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെയും, നിയ ഏഞ്ചൽ എന്ന പ്രിയ കുഞ്ഞ് ഇന്നു മുതൽ ക്രിസ്തീയ സഭയുടെ അംഗമായും സ്വർഗീയ സഭയുടെ അംഗമായും വിശുദ്ധ തിരുസ്നാന സാക്രമെന്റിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആയതിനാൽ കൃപാരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടി സഭ നിരന്തരം പ്രാർത്ഥിക്കണമെന്നും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിശ്വാസ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഭയുടെ കടമകൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയോട് മുടക്കമില്ലാതെ നിർവഹിക്കണമെന്നും ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കാൻ ചെയ്യുന്നു. കുഞ്ഞിനെയും കുടുംബത്തെയും നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 179 കീർത്തനം ആലപിക്കാം. പുതിയ കീർത്തന പുസ്തകം 536. കൊല്ലുന്ന മരണത്തെ ഘോരതര വിഷപല്ലോ തകർന്നതാകയാ ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമെനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു
കർത്താവ് കർത്താവായ ക്രിസ്തേശ്വനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവം പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു പുനരുദ്ധാന ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചു. പുനരുദ്ധാനത്തിൻ്റെ ആനന്ദം കൈക്കൊള്ളുന്ന നിങ്ങൾക്കേവർക്കും സഭയുടെ പേരുള്ള പുനരുദ്ധാന ആശംസകൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ 46 ദിവസങ്ങൾക്ക് ശേഷം ജീവനേകുന്ന, സമൃദ്ധിയേകുന്ന അനുഗ്രഹീതമായ ഒരു പുനരുദ്ധാന നാളിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുക. കഴിഞ്ഞ 46 ദിവസങ്ങളെ നാം ഒന്ന് ഈ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ സഹനങ്ങളും ഒത്തിരിയേറെ വേദനകളും ഒത്തിരിയേറെ നിരാശകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ വന്നു പോയിട്ടുണ്ട്. തകർത്ത് കളയുന്ന, തകർക്കുവാനായിട്ട് ശ്രമിച്ച പൈശാചികതയുടെ ശക്തിയിൽ പലപ്പോഴും നാം എല്ലാവരും പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇതിന് കാരണം നമുക്കറിയാം, ക്രിസ്തു തന്നെയാണ്. നമ്മുടെ ദേവാലയത്തിൻ്റെ അകത്തളങ്ങൾ തന്നെ നാം ഒന്ന് പരിശോധിക്കുമ്പോഴും നമുക്കത് കാണുവാനായിട്ട് സാധ്യമാകും. വർണ്ണത്തിൻ്റെ ദീപാലങ്കാരങ്ങളൊക്കെ മാറ്റിവെച്ചും അൾത്താരയിൽ ഏവരെയും ആകർഷിച്ചു കൊണ്ടിരുന്ന പൂക്കളുടെ മനോഹരതകളൊക്കെ നീക്കിവെച്ചും ഒരു ശൂന്യമാക്കപ്പെടലിൻ്റെ അനുഭവത്തിൽ നമ്മുടെ ദേവാലയം കഴിഞ്ഞ നാളുകളിലായിരുന്നു. എങ്കിലും ആ ശൂന്യതകളുടെ മധ്യേ നമ്മുടെ ദേവാലയത്തെ ഇങ്ങനെ ഉയർത്തി കാണിച്ചത് ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്ന ആ ഒരു വചന പഠനങ്ങളും ധ്യാന ചിന്തകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ പിശാചിന്റെ കരവലയത്തിൽ അകപ്പെട്ടു പോകാതെ നമ്മെ ഏവരെയും കാത്തു പരിപാലിച്ചത് നമ്മുടെ ആരുടെയും കഴിവോ നമ്മുടെ ആരുടെയും കൂട്ടായ്മയോ നമ്മുടെ ആരുടെയും ബന്ധങ്ങളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. സങ്കീർത്തനം 103 പറയുന്നത് പോലെ വചനം അത് കാലിന് ദീപമായി തീർന്നു. വചനം നമ്മുടെ പാതയ്ക്ക് അതൊരു പ്രകാശമായി തീർന്നു എന്നാണ്. അപ്പോൾ ഈ കാലിന് ദീപമായും പാതയ്ക്ക് പ്രകാശമായും തീർന്ന ആ ഒരു ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്ന് 46 ദിവസം ചെലവഴിച്ച് ഈ പുനരുത്ഥാനത്തിൻ്റെ സഭാജീവിതത്തിൻ്റെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുക. ഈ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഏക ചിന്ത ഇത്രയേ ഉള്ളൂ: ക്രിസ്തു ഇന്നും നിങ്ങൾക്കായി ജീവിക്കുന്നതാണ്. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ മഹോത്സവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പുനരുത്ഥാനം നമ്മെ പഠിപ്പിക്കുന്നത് ജീവനേകുന്ന ക്രിസ്തു സാന്നിധ്യം എന്നിലും നിന്നിലും ഉണ്ടാകപ്പെടട്ടെ എന്നുള്ള ആ ഒരു സന്ദേശമാണ് പുനരുത്ഥാനം നമുക്ക് നൽകുക. ഈ മനോഹരമാവുന്ന വേളയിൽ, ഈ മനോഹരമാവുന്ന ആനന്ദകരമാവുന്ന ആഘോഷകരമാവുന്ന ഈ സന്ദർഭത്തിൽ, ഈ സുദിനത്തിൽ നമുക്കൊരുമിച്ച് ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലും ദൈവാലയമുള്ള ഒരു ബന്ധത്തിൻ്റെ അവസ്ഥകളിലൊക്കെ നിലനിൽക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവിൻ്റെ ക്രൂശ് മരണം, ആ ക്രൂശിൽ ജയിച്ച കർത്താവിൻ്റെ ഉയർപ്പ് തന്നെയാണ്.
ആ ഉയർപ്പിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ മഹോത്സവം നിറയപ്പെട്ട അനുഭവത്തോടും പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുവാനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു അല്പസമയം ധ്യാനത്തുള്ള വേദഭാഗത്തിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം, അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യം, 25-ാമത്തെ വാക്യം. യെശയ്യാവ് 65, 17 മുതൽ 19 വരെ, തോന്നുന്ന 25-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയും ഇല്ല. ഞാൻ സൃഷ്ടിച്ചതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ച് ഉല്ലസിപ്പിൻ. ഇതാ, ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമാക്കുകയും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. 25-ാമത്തെ വാക്യം: ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായി തീരും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ ഒരു നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒരു നിമിഷം തലവണങ്ങാം, പ്രാർത്ഥിക്കാം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി മഹോത്സവത്തിലായിരിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ക്രിസ്തുവേ, അങ്ങുയർത്ത ആനന്ദപരമാകുന്ന നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ കടന്നു പോകുവാൻ, അങ്ങ് ജീവിക്കുന്നു എന്നുള്ള സന്തോഷം ദേവാലയത്തിൽ നിന്നും വിളിച്ചു പറയുവാൻ, സാക്ഷിയായി തീരുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ പ്രവേശിക്കട്ടെ. പുനരുത്ഥാനം ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ കാതിനെ തുറക്കണമേ. കേൾക്കപ്പെടുന്ന വചനം നല്ല നിലങ്ങളാകുന്ന ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിയപ്പെടുവാനായി കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനോടും കേൾക്കുവാനായി അങ്ങയുടെ സന്നിധി സമർപ്പിതരായിരിക്കുന്ന ഈ ജനതയോടും അങ്ങ് കൂടെ ഇരിക്കണം. തടസ്സങ്ങളെ നീക്കണം, കൃപയിൽ അനുഗ്രഹിക്കണം. ക്രിസ്തുവിനാൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ക്രിസ്തു ഉയർപ്പിൻ്റെ സന്ദേശം ആദ്യം കിട്ടുന്നത് ആർക്കാണ്? ചോദ്യമാണ്. ക്രിസ്തു ഉയർപ്പിൻ്റെ സന്ദേശം കിട്ടുന്നത് ആദ്യം കിട്ടുന്ന ആർക്കാണ്? എല്ലാവർക്കും ഒന്ന് പറയാം. 5 വർഷത്തെ ഈ ശുശ്രൂഷയുടെ അവസാനത്തെ ഈസ്റ്റർ ആഘോഷം. ഇനി ഞാൻ ഈ ചോദ്യം ചോദിക്കാനായിട്ടുണ്ടാകത്തില്ല. ആർക്കാദ്യം കിട്ടുന്നത്? 46 ദിവസം 45 ദിവസം ബൈബിൾ വായിച്ചു, കേട്ടു, വചനം കേട്ടു, ഒക്കെ ചെയ്തു. ആർക്ക് ആദ്യം കിട്ടുന്നത്? ആട്ടിടയന്മാർക്ക് കിട്ടുന്നത് യേശുവിൻ്റെ ജനനോ? സ്ത്രീകൾക്ക് കേട്ടല്ലോ, ഈ ഭാഗത്തിരുന്നവർ കേട്ടല്ലോ. അപ്പോൾ ആദ്യം ഉയർപ്പിൻ്റെ സന്ദേശം കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നും കല്ലറയിൽ നിന്നും ഏറ്റവും അവസാനം പോകുന്നത് ആരാണ്? സ്ത്രീകളാണ്. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം സുഗന്ധദ്രവ്യങ്ങളെ ഒരുക്കി കാത്തിരിക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം ഈ സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയിലേക്ക് ഓടിപ്പോയത് ആരാ? കുറച്ച് പറയാം കേട്ടോ. രാവിലെ ചായ ഒന്നും കിട്ടിയില്ലായിരുന്നോ? കിട്ടിയത് ചായം കേക്കൊക്കെ കഴിച്ചല്ലോ. സ്ത്രീകളായിരുന്നു. ചമ്മട്ടി അടിയേറ്റ് മറ്റുള്ളവരുടെ പരിഹാസത്തെ പാത്രരായി തീർന്ന, മുഖത്തും ശരീരത്തും രക്തം വാർന്നൊഴുകിക്കൊണ്ട് ക്ഷീണാവസ്ഥയിൽ വഴിയോരത്ത് വീഴുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഈ വഴിയോരത്ത് ക്രൂശുമായി, ഭാരമേറിയ ക്രൂശുമായി വീണ് കിടന്ന ഈ ക്രിസ്തുവിൻ്റെ ചാരത്ത് പോയി ആ ക്രിസ്തുവിൻ്റെ മുഖത്ത് സ്പർശിച്ച് അവൻ്റെ മുഖത്തെ രക്തത്തുള്ളികളൊക്കെ തുടച്ചു മാറ്റിയത് ആരാണ്? സ്ത്രീകളാണ്. ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ച് ചില
മാളങ്ങളിൽ ശരണം പ്രാപിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളെയും അതിജീവിച്ച് സമൂഹത്തിൻ്റെ ഇടങ്ങളിലേക്ക്, സമൂഹത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങി വന്ന ഒരു കൂട്ടരും സ്ത്രീകൾ തന്നെയാണ്. യേശുവിൻ്റെ ശരീരം ഉയർത്തു, അവൻ ഇവിടെയില്ല, നിങ്ങളിവിടെ അന്വേഷിക്കേണ്ട, അവൻ്റെ ശിഷ്യന്മാരോടുകൂടെ പോയി പറവേൻ, നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് അവൻ കടന്നുപോയി എന്ന സന്ദേശം ദൂതന്മാരിൽ നിന്നും ആദ്യം കേട്ടതും സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോൾ പുനരുദ്ധാനത്തിൻ്റെ മർമ്മപ്രധാനമാകുന്ന വ്യക്തിത്വം എന്ന് പറയുന്നതും സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ലൂതറ സഭ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച വനിതാ ഞായർ എന്ന് ആചരിക്കുവാനുള്ള കാരണം ഇതാണ്. ആദ്യം ക്രിസ്തുവിനെ കണ്ടതും ക്രിസ്തുവിനെ അനുഭവിച്ചതും ആദ്യം ക്രിസ്തുവിനെ സാക്ഷീകരിച്ചതൊക്കെ വനിതകളാണ്, സ്ത്രീകളാണ്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും പാതയിൽ മരണാവസ്ഥയിൽ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിന്ന് യാത്ര ചെയ്ത സ്ത്രീ സമൂഹം ഇന്നിൻ്റെ സഭയുടെ ആത്മാഭിമാനം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ആത്മാഭിമാനമായി സ്ത്രീകൾ മാറപ്പെടുകയാണ്. ക്രിസ്തുവിന് വേണ്ടിയുള്ള അതിന് കാരണം, ഈ ഒരു ആത്മാഭിമാനത്തിൻ്റെ അനുഭവത്തിലേക്ക് സ്ത്രീകൾ മാറ്റപ്പെട്ടതിന് കാരണം ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശവാഹകരായി ആദ്യം തീരുന്നത് സ്ത്രീകളുടെ ഇടയിൽ നിന്നിട്ടാണ്. അവിടെ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരും. അവിടെ പറയുന്നത് ദൂതന്മാർ സ്ത്രീകളോട് കൂടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. അന്ന് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. മത്തായി 28:7 വളരെ പെട്ടെന്ന് എടുക്കാവേ. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോടുകൂടെ പറവേൻ. അപ്പോൾ യേശുവിനെ അന്വേഷിച്ച് യഹൂദന്മാരുടെ കഴിഞ്ഞ ഈസ്റ്റർ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഒരുവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ചവൻ്റെ ശവശരീരത്തെ ചില ദിവസങ്ങൾ പോയി സുഗന്ധദ്രവ്യം പൂശുക പതിവാണ്. അത് യഹൂദന്മാരുടെ ആചാരമാണ്. 1, 2, 3 ദിവസം ആ കല്ലറയിൽ പോകും, കല്ലറ തുറക്കും, സുഗന്ധദ്രവ്യങ്ങൾ പൂശും, മടങ്ങിപ്പോകും. അത് ചെയ്യുന്നത് സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ്, സ്ത്രീകളുടെ കടമയാണ്. അങ്ങനെ യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ഈ സുഗന്ധദ്രവ്യം പൂശപ്പെടുവാനായിട്ട് സ്ത്രീകൾ അധികാലത്ത് എഴുന്നേറ്റ് യാത്ര ചെയ്യാൻ ചെന്നെത്തുന്നത് കല്ലറയിൽ. കല്ല് തുറക്കപ്പെടുകയാണ്, ശൂന്യമായ കല്ലറ കാണുകയാണ്. ശൂന്യത കല്ലറ കണ്ടിട്ട് വിഷാദ മനസ്കതയോടുകൂടി ആയിരിക്കുന്ന സ്ത്രീകളോടുകൂടെ ദൂതന്മാർ ഒരു ഉത്തരവാദിത്വം, ഒരു കടമ കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. ഇവിടെ നിന്ന് പോയി സകലരോടുകൂടെ, എല്ലാവരോടുകൂടെ, ശിഷ്യന്മാരോടുകൂടെ അവൻ ഇവിടെയല്ല, ഉയർത്തെഴുന്നേറ്റു എന്ന സത്വർത്തമാനം പ്രഘോഷിപ്പൻ എന്ന ദൗത്യം അവർക്ക് നൽകി അവരെ അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ യാത്ര ചെയ്യാണ്. ശിശുമാരുടെ അടുക്കലേക്ക് പോയി അപ്പോസ്തലന്മാരോട് കൂടെ പറയുന്നു. അവർ വിശ്വസിച്ചില്ലെങ്കിൽ പത്രോസ് ഓടി വരികയാണ്, കാണുകയാണ് കല്ലറ ശൂന്യമായി കിടക്കുന്നുണ്ട്. അവന് മറ്റുള്ളവരോട് കൂടെ പറഞ്ഞു. നിരാശയോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശു അവരുടെ മുൻപിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറയുന്ന വേദപുസ്തകങ്ങളിൽ കൂടെ, താളുകളിൽ കൂടെ നമുക്ക് കടന്നു പോകുവാനായി സാധ്യമാണ്. ഇവിടെ ഇതാണ് ഈ പുനരുദ്ധാനത്തിൻ്റെ മർമ്മപ്രധാനമായി കേന്ദ്രമെന്ന്. സഹനത്തിൻ്റെയും മരണാവസ്ഥയുടെയും പീഡനത്തിൻ്റെയും മധ്യേ പതറിപ്പോകാതെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന സ്ത്രീതലങ്ങളായിത്തീരുന്ന മനോഭാവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഈ പുനരുദ്ധാന ദിവസത്തിൽ ദൈവവചനം നമുക്ക് നൽകുന്ന സന്ദേശം. യേശുക്രിസ്തു പെസഹയൊക്കെ ആചരിച്ച് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവനിങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. അവൻ പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുമ്പോൾ ഈ കടന്നു പോകുന്ന ഗെത്സമന തോട്ടത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അവർ ഉറങ്ങിപ്പോകുന്നു, വീണ്ടും പറഞ്ഞു. അവർ ഉറങ്ങിപ്പോകുന്നു, വീണ്ടും പറയുകയാണ് നിങ്ങൾ എഴുന്നേറ്റ് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ഗെത്സമനയിൽ നിന്ന് കർത്താവിനെ പിടിക്കപ്പെടുകയാണ്. അപ്പോൾ പുനരുദ്ധാനം എന്ന് പറയപ്പെടുന്നത് ഗെത്സമന തോട്ടത്തിൽ വാടിക്കരിഞ്ഞു പോയ പൂക്കൾ, പുഷ്പം, കാൽവരിയുടെ നെറുകയിൽ ജീവനേകുന്നതാണ് പുനരുദ്ധാനം.
ഗെത്സമന തോട്ടത്തിൽ ഇങ്ങനെ വാടിത്തളർന്നു പോയൊരു പുഷ്പമുണ്ട്, ക്രിസ്തു എന്ന പുഷ്പം. ആ ക്രിസ്തുവാകുന്ന പുഷ്പം ഗെത്സമന തോട്ടത്തിൽ നിന്ന് വാടിത്തളർന്ന് കാൽവരിയിലേക്ക് അവൻ പോകുകയാണ്. കാൽവരിയിൽ മരണം കൈവരിച്ച് 3-ാം ദിവസം തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നതിൽ പറയുന്നത് എങ്ങനെയാണ്? ആ പുഷ്പം ജീവനേകുന്നൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരപ്പെട്ടു. അതിനെയാണ് ഞാനും നിങ്ങളും പുനരുത്ഥാനം എന്ന് വിളിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ധ്യാനത്തിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു ചില കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്ന സന്ദേശം എന്താണ്? ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എനിക്കും നിനക്കും നൽകിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? എന്ത് മാറ്റമാണ് നമ്മളെ ഈ ഉയർപ്പിൽ ഉണ്ടാകേണ്ടത്? ഒന്നാമത് എന്നിൽ ഉണ്ടാവേണ്ട മാറ്റം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നു, മുമ്പിലെത്തവ ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ അത് വരികയും ഇല്ല. ഇതാ ഞാൻ ഒരു പുതിയ ഭൂമി പുതിയ ആകാശം സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് കുറച്ചുകൂടി അതിനെ ഇങ്ങനെ ചുരുക്കി പറയുവാനായിട്ട് കഴിയും. പഴയ ജീവിത അവസ്ഥകൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും പുനരുത്ഥാനം മാറ്റമുണ്ടാക്കുന്നു. പുതിയ ജീവിത അവസ്ഥകളെ പുനരുത്ഥാനം സൃഷ്ടിച്ചു നൽകുന്നു. പഴയത് മാറി പുതിയ ജീവിത അവസ്ഥയിലേക്ക് എന്നെ കൈപിടിച്ചു നടത്തുന്നതാണ് പുനരുത്ഥാനം എന്ന് നാം തിരിച്ചറിയണം. എന്താണ് എൻ്റെ ജീവിതത്തിലെ പഴയ അവസ്ഥ? എന്നിലെ ഇന്നലകളുടെ എൻ്റെ ജീവിതത്തിലെ പഴയ ഭൂമി എന്താണ്? പഴയ ജീവിത സാഹചര്യം എന്താണ്? പഴയ ജീവിത തലം എന്താണ്? നാം അതൊന്ന് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പഴയ എന്നിലുണ്ടാകുന്ന അവസ്ഥ? ഇവിടെ യെശയ്യാവ് അതിൻ്റെ 65-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാ പറയുന്നത്: ധൂപം കാണിക്കുകയും കല്ലറകളിൽ കൊത്തിയിരിക്കുകയും ഗുഹകളിൽ രാപ്പാർക്കുകയും പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതാണ് ജനത്തിൻ്റെ പഴയ അവസ്ഥ. ആ പഴയ അവസ്ഥയെ ഇങ്ങനെ പറയുവാൻ കഴിയും: സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് നടക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുക, ആകാത്ത വഴിയിൽ കൂടെ യാത്ര ചെയ്യുക, ദൈവത്തോടുകൂടെ മത്സരിക്കുന്നവരായി തീരുക. ഇതാണ് എന്നിലെ പഴയ അവസ്ഥ. പുനരുത്ഥാനം ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ ഇതാണ്: എൻ്റെ ഇഷ്ടപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുക, ദൈവം ഇഷ്ടപ്പെടാത്ത വഴിയിൽ കൂടെ ആകാത്ത വഴിയിൽ കൂടെ യാത്ര ചെയ്യുക, ദൈവത്തോടുകൂടെ മത്സരിക്കുക. ഈ ജീവിതാവസ്ഥ ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയാണ്. ഇപ്പൊ ധൂപം കാണിക്കേണ്ട ഇടം കല്ലുകളിലോ വിഗ്രഹങ്ങളിലോ അല്ല. ഇപ്പൊ ധൂപം കാണിക്കേണ്ട ഇടം ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് ആയിരിക്കണമെന്നാണ്. അപ്പോൾ ജനത ചെയ്ത പാപവസ്ഥ ഇഷ്ടികകളിൽ ധൂപം കാണിച്ചു. കൂടാതെ അവർ കല്ലറകളിൽ രാപ്പാർത്തു, കല്ലറകൾ കൊത്തിയിരുന്നു, ഗുഹകളിൽ രാപ്പാർത്തു. ഇതാണ് ഈ സ്വന്തം വിചാരം അനുസരിച്ച് നടക്കുന്നത്. അവർ കല്ലറകളിൽ ജീവിച്ചു. കല്ലറയിൽ ജീവിക്കുന്നവർ മരണാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് കല്ലറയിൽ കിടക്കുന്നത്. അപ്പൊ കല്ലറകളിലും ഗുഹയ്ക്കകത്തും ജീവിക്കുന്നവർ ദൈവത്തിലെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോയവരാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിച്ചു. അവരുടെ പാപാവസ്ഥ, ജനത്തിൻ്റെ പാപാവസ്ഥ അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കല്ലറകളിലും ഇഷ്ടികമേലുകളിലും ധൂപം കാണിച്ച് ജീവിച്ച ഒരു സമൂഹം. തുടർന്ന് പറയുന്നത് അവർ പന്നി ഇറച്ചി തിന്നു എന്നാണ് പറയുന്നത്. പന്നി ഇറച്ചി ക്രിസ്ത്യാനികൾ തിന്നാൻ പാടില്ല എന്ന്, പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും തിന്നും. ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൻ്റെ ഈ സദ്യ, ഈ ആഹാരത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഭവം നമ്മുടെ ഭവനങ്ങളിൽ ഒരുപക്ഷെ പന്നി ഇറച്ചിയായിരിക്കും അല്ലേ? ഒക്കെ എടുത്ത് വീട്ടിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ പറയുന്നത് നോക്കാം. പന്നി അതിനടുത്തുനിന്ന് കളയൊന്നും വേണ്ട കേട്ടോ, കറി വെച്ച് കഴിക്കാം. അപ്പോൾ പന്നി ഇറച്ചി തിന്നുക ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ഈ ഭക്ഷണം എന്നായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഇഷ്ടമില്ലാത്ത, ദൈവികമാകുന്ന കൃപയില്ലാത്ത പൈശാചികളുടെ ഭക്ഷണങ്ങൾ ഭക്ഷിക്കുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും. എന്താണ് ഈ അറപ്പായ ചാറ്? പാത്രങ്ങളല്ല, അറപ്പായ ചാറ് എന്താണ്?
സ്ത്രീകളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ പാനി ഏതാണ്? സ്ത്രീകൾ പൊതുവെ സ്ത്രീകൾക്കാണ് ഇഷ്ടമല്ലാത്ത മദ്യം അല്ലേ? അറപ്പായ ആഹാരം, മദ്യം കുടിച്ചിട്ട് ഈ ഭർത്താവോ മക്കളോ ഒക്കെ അടുത്ത് വരുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും ഇഷ്ടമില്ല. ആർക്കും ഇഷ്ടമില്ല. മദ്യപാനികൾക്ക് ഇഷ്ടമുണ്ടാകാം, പക്ഷേ ഈ അത് വെറുക്കുന്ന ഒരു തലമാണ്. കാരണം മദ്യപാനിയെ വെറുക്കുന്നുണ്ട്, മദ്യം കുടിക്കുന്നവനെ വെറുക്കുന്നുണ്ട്, മദ്യം വിൽക്കുന്നവനെ വെറുക്കുന്നുണ്ട്. ഇതൊക്കെ ലാഭമാണ്, പക്ഷേ ഇതിനൊക്കെ വെറുക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ പറയാൻ നോക്കാം, പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുന്നു എന്നാണ്. മദ്യത്തിൻ്റെ ലഹരിയിലേക്ക് വഴുതി വീഴപ്പെടുന്ന ഒരു ജീവിത അവസ്ഥകൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന്. തുടർന്ന് പറയുന്നത്, മാറി നിൽക്കുക, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധനാണ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പം മറ്റുള്ളവരുടെ ഇടയിൽ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്ന തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും അപ്പോൾ അതൊരു ആത്മാഭിമാനമാണ്, സ്വയം ഉയർത്തപ്പെടുന്ന അനുഭവം. അതും ദൈവം വെറുക്കുന്ന ഒരവസ്ഥയായിട്ട് ഇവിടെ തിരുവചനം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനത്തിൻ്റെ പാപകരമാകുന്ന അവസ്ഥയെ ഓർമ്മപ്പെടുത്തിയിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഞാൻ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. നിന്നിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സഭയിൽ, നിൻ്റെ ദേശത്തിൽ ഈ അറപ്പാകപ്പെടുന്ന ജീവിത അനുഭവങ്ങളെ മാറ്റിവെക്കുമ്പോൾ നിന്നിൽ ഒരു പുതിയ ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കും. നീ ഒരു പുതിയ മനുഷ്യനായി തീരും എന്നും കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഈ കർത്താവിൻ്റെ ഒരു വിലാപത്തെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് ജനത്തെ നോക്കി വിലപിക്കുകയാണ്. യെശയ്യാവ് 1 അതിന് 2 മുതലുള്ള വാക്യം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനമോ ഗ്രഹിക്കുന്നില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. പഴയ അവസ്ഥ. നമ്മൾ ഇന്ന് ഒരല്പസമയം കൂടുതലൊക്കെ ആവും, പേടിക്കണ്ട കേട്ടോ. ഒരല്പസമയം കൂടുതലൊക്കെ എടുക്കും, ഒരു 10 മിനിറ്റ് കൂടുതലൊക്കെ എടുക്കും. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് ഈ പുനരുദ്ധാന ദിവസം. പെട്ടെന്ന് തീർക്കാനായിട്ട് ആരും ചിന്തിക്കേണ്ട, തീർക്കത്തില്ല. അപ്പോൾ ഇവിടെ പഴയ അവസ്ഥ, പഴയ പാപാവസ്ഥയെ പറയുകയാണ്. എന്താണ്? കാള തൻ്റെ ഉടയവൻ്റെയും പുൽത്തൊട്ടി അറിയുന്നുണ്ട്, ഉടയവനെ അറിയുന്നുണ്ട്, പുൽത്തൊട്ടി അറിയുന്നു. എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല, എൻ്റെ ജനമോ എന്നെ കേൾക്കുന്നില്ല. അവർ പാപമുള്ള ജാതിയായിത്തീരുന്നു, അവർ ഭാരം ചുമക്കുന്ന ജനമായിത്തീരുന്നു, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതിയാകുന്നു, വഷളന്മാരായി നടക്കുന്ന മക്കളായിത്തീരുന്നു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. എപ്പോഴാണ്? ക്രിസ്തു ഇല്ലാതിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യമില്ലാതിരിക്കുമ്പോൾ, ദൈവ ഇടപെടലില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പഴയ അവസ്ഥയാണ്. നാം ഒന്ന് എന്നിലേക്ക് തിരികെ നോക്കണം. ഇത് എന്നിലുണ്ടായിട്ടുണ്ടോ? ഉടയവനാവുന്ന ക്രിസ്തുവിനെ കേൾക്കുവാൻ, ദൈവത്തെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? യജമാൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? കർത്താവ് ഈ ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്. നീ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്. ഈ നീ എന്ന് പറയുമ്പോൾ അതിൽ ഞാനും കൂടെ ഉൾപ്പെടുന്നു കേട്ടോ. ഞാൻ പരിശുദ്ധനെന്നല്ല പറയും, ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടുന്നൊരു സമൂഹമാണ്. അപ്പം ഞാൻ അതിലെങ്ങനെയാണ്, എൻ്റെ ജീവിതം എങ്ങനെയാണ്, എൻ്റെ ജീവിത രീതി എങ്ങനെയാണ് എന്നൊക്കെ കർത്താവ് എന്നെ വചനത്തിൽ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 45 ദിവസക്കാലം ഈ വചനത്തിൽ കൂടെയൊക്കെ നാം യാത്ര ചെയ്തു അല്ലേ. ഈ രാവിലെ വൈകുന്നേരം പകൽ മുഴുവനും പ്രാർത്ഥന, ഉപവാസം, വചനം ഇതൊക്കെ ഞാൻ മുറുകെ പിടിച്ചു. മുന്നറിയിപ്പുകൾ നൽകി. ഈ മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ട എന്നിൽ കർത്താവ് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിന്നിലൊരു പുതിയ ആകാശം ഉണ്ടാക്കിയിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നിലൊരു പുതിയ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം നീ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൻ. ഞാൻ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ, ദൈവകൃപയിൽ ജീവിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, ആ ഒരു തലത്തിൽ നാം ഇന്ന് ജീവിക്കപ്പെടുമ്പോൾ പുനരുദ്ധാനം പഠിപ്പിക്കുന്നത് തന്നെയാണ് പഴയ ജീവിത അവസ്ഥകൾക്കും പഴയ ജീവിത രീതികൾക്കും മാറ്റമുണ്ടാകുന്നു. ഒരു പുതിയ ജീവിതാനുഭവം കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നുണ്ട്. പുനരുദ്ധാനത്തിൽ കൂടെ കാൽവരി ക്രൂശിൻ്റെ രക്ഷയിൽ
ആ കല്ലറ വിട്ട് ഒഴിയത്തിരുന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാനിതൊക്കെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുണ്ട്. യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയ ആ യാത്രയിൽ ഒരു മനുഷ്യനെ കുറിച്ച് വെള്ളിയാഴ്ച പറയുകയുണ്ട്, ശതാധിപൻ. ആ ശതാധിപൻ യേശുവിനെ കല്ലെറിയവനാണ്, ചാട്ടവാർ കൊണ്ട് അടിച്ചവനാണ്, അവനെ പരിഹസിച്ചവനാണ്, അവനെ കാർക്കിച്ച് തുപ്പിയവനാണ്, അവനെ ചവിട്ടിയവനാണ്, ഭാരമേറെ ക്രൂശെടുത്ത് അവനെ ചുമലിലേക്ക് അവൻ്റെ ശരീരത്തിലേക്ക് ഇട്ടവനാണ്. ഇതെല്ലാം ചെയ്ത് തീർത്തില്ല. ക്രൂശിച്ചു, ക്രൂശിൽ ഉയർത്തി, അവനെ കുന്തം കൊണ്ട് കുത്തുവാൻ നിൽക്കുമ്പോൾ കുന്തം കൊണ്ട് അവൻ കുത്തുകയാണ്. കുന്തം കൊണ്ട് കുത്തുമ്പോഴാണ് അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ചീന്തപ്പെടുന്നത്. ആ വെള്ളം ചീന്തപ്പെടുന്നത് അവൻ്റെ ശരീരത്തിലേക്ക് ആ വെള്ളം വീഴുമ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കിങ്ങനെയാണ്, സത്യത്തിൽ ഇവൻ നീതിമാനായിരുന്നു, സത്യത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ശതാധിപൻ്റെ പഴയ അവസ്ഥ നോക്കുക. യേശുവിനെ ഉപദ്രവിച്ചവന്, ആ ശതാധിപൻ്റെ കൂട്ടത്തിൽ ഞാനാണ് യേശുവിനെ ഉപദ്രവിച്ചവൻ. ആ ശതാധിപൻ്റെ കൂട്ടത്തിൽ ഞാനാണ് ക്രിസ്തുവിനെ കല്ലെറിഞ്ഞവൻ. ആ ശതാധിപൻ്റെ കൂട്ടത്തിൽ ഞാനാണ് ക്രിസ്തുവിനെ തുപ്പിയത്. ആ ശതാധിപൻ്റെ കൂട്ടത്തിൽ ഞാനാണ് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത്. ആ ശതാധിപൻ്റെ കൂട്ടത്തിൽ നീ ദൈവപുത്രനാണ്, ഇറങ്ങി വരിക എന്ന് അവനെ നോക്കി പരിഹസിച്ചത്. ആ ശതാധിപൻ്റെ കൂട്ടത്തിൽ യേശുവിൻ്റെ വസ്ത്രം ചീട്ടിട്ടത് ഞാനാണ്. അപ്പോൾ ഈ ശതാധിപൻ്റെ കൂട്ടത്തിൽ നീ നിൽക്കുന്നത് നാം എല്ലാവരും. ഈ ശതാധിപൻ്റെ പഴയ അവസ്ഥ എന്നിലും നിന്നിലും ഉണ്ട് എന്നതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പുതിയ അവസ്ഥയിലേക്ക് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും, പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും നൽകി ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് പുതിയ ജീവിത അവസ്ഥകൾക്ക് തുടക്കമിടുവാൻ ഇന്ന് മുതൽ നമുക്ക് കഴിയണം. പുതിയ ചിന്തകൾക്ക്, പുതിയ പ്രവൃത്തികൾക്ക്, പുതിയ ബന്ധങ്ങൾക്ക്, പുതിയ രീതികൾക്ക്, പുതിയ യാത്രകൾക്ക് തുടക്കമിടുവാനായി ഈ പുനരുത്ഥാനം നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമത് പുനരുത്ഥാനം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് യെശയ്യാവ് 65-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല, അവൻ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും, അവർ വൃദ്ധ അധ്വാനിക്കുകയും ഇല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കുക. അവർ പണിയും, മറ്റൊരുത്തൻ പോയി അതിൽ താമസിക്കുമെന്നതല്ല. അവർ നടും, മറ്റൊരുത്തൻ അത് ഭക്ഷിക്കുമെന്നതല്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തെ പോലുള്ള ആയുസ്സാക്കി ഞാൻ തീർക്കും, അവരുടെ അധ്വാന ഫലം അവർ അനുഭവിക്കും, അവർ വെറുതെ അധ്വാനിക്കുകയും ഇല്ല. അപ്പം രണ്ടാമത് ഈ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന സന്ദേശം വിയർപ്പിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഫലം ഒരിക്കലും പാഴായി പോകില്ല എന്നാണ്. വിയർപ്പിൻ്റെ ഫലം ഒരിക്കലും പാഴായി പോകത്തില്ല എന്നാണ്. അവനവന് തക്ക പ്രതിഫലം അപ്പപ്പോൾ കർത്താവ് കൊടുക്കും. ഇവിടെ പറഞ്ഞു നോക്കുക, ആരെങ്കിലും ഉണ്ടാക്കുന്നിടത്ത് നീ താമസിക്കുന്നല്ല, നീ ഉണ്ടാക്കുന്നിടത്ത് നീ താമസിക്കും. ആരെങ്കിലും നിനക്ക് വേണ്ടി കൃഷി ചെയ്യും, അത് നീ ഭക്ഷിക്കും. നീ ഉണ്ടാക്കുന്ന നീ ഭക്ഷിക്കും. നിന്റെ ആയുസ് വൃക്ഷത്തെ പോലെ ദീർഘായുസ്സുള്ള ഒരു അനുഭവമായി തീരും എന്നും തിരുവചനം പറയുകയാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്നതല്ല എനിക്ക് സ്വന്തം. ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞാൻ ഉണ്ടാക്കുന്നത് എന്നിൽ ഒരിക്കലും വൃഥാവായി തീരില്ല, എൻ്റെ അധ്വാനം ഒരിക്കലും പാഴായി പോകത്തില്ല എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവർ, യേശുവിനോടൊപ്പം ചേർന്ന് നടന്ന ശിഷ്യന്മാരല്ല, യേശുവിനോടൊപ്പം ചേർന്ന് നടന്നവർ യേശു കൊടുത്ത ഭക്ഷണം ഭക്ഷിച്ചവരല്ല. യേശുവിനോടൊപ്പം ചേർന്ന് നടന്നത് യേശു വിടുതൽ നൽകിയവരല്ല. യേശുവിനോടൊപ്പം ചേർന്ന് നടന്നത് രക്ഷയുടെ കരങ്ങളിലേക്ക്, രക്ഷയുടെ അനുഭവങ്ങളെ കൈപിടിച്ച് നടത്തിയവരല്ല, മറിച്ച് ചുരുക്കം ചിലരായ സ്ത്രീകളാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ കൂടെ നടന്ന് ആ ക്രൂശിലേക്കുള്ള യാത്രയിൽ, ക്രൂശിൻ്റെ യാത്രയുടെ അവസാനം വരെ അവനോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്നത് സ്ത്രീകളാണ്. യേശുവിൻ്റെ മുഖത്തെ രക്തത്തുള്ളികൾ ഓരോന്നോരോന്നായി തുടച്ച് നീക്കിയതും സാന്നിധ്യം കൊണ്ട് യേശുവിനെ ആശ്വസിപ്പിച്ചതൊക്കെ സ്ത്രീകളാണ്. അതിൻ്റെ ഫലം എന്താണ്? അവർ അനുഭവിച്ചതിൻ്റെ ഫലം അവിടെ തലമുറകളല്ല അത് സ്വന്തമാക്കിയത്, അവിടെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ അല്ല സ്വന്തമാക്കിയത്.
അവർ ചെയ്തതിൻ്റെ ഫലം സ്വന്തമാക്കിയത് 3-ാം ദിവസം അതികാലത്ത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയിൽ കർത്താവിൻ്റെ ദർശനം അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു എന്നാണ്. ഇതാണ് ആരെങ്കിലും ഉണ്ടാക്കിയത് നീ ഭക്ഷിക്കുകയില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നീ അധ്വാനിക്കുന്നതിൻ്റെ ഫലം എന്ത് തന്നെ ആയിരുന്നാലും നീ അധ്വാനിക്കുന്നതിൻ്റെ ഫലം അത് നിനക്ക് ഇന്ന് കിട്ടും എന്നുള്ള സന്ദേശമാണ് പുനരുദ്ധാനം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഉയർപ്പിൻ്റെ സാക്ഷികളായി സ്ത്രീകൾക്ക് ആദ്യം തീരുവാനായിട്ട് കഴിഞ്ഞത് അവർ ക്രിസ്തുവിൽ ജീവിച്ചതുകൊണ്ട്, പീഡനങ്ങളുടെ മധ്യേ പതറിപ്പോകാതെ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്തത് കൊണ്ടും തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ നോക്കാം. ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് അനുഭവിക്കുന്ന എൻ്റെ പൂർവികർ സമ്പാദിച്ചതാണ്, എൻ്റെ പൂർവികർ ഉണ്ടാക്കിയതാണ്. ആരൊക്കെയോ ഉണ്ടാക്കിയ ഇടങ്ങളിൽ, ആരൊക്കെയോ നൽകിയ ഇടങ്ങളിലൊക്കെയാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. കർത്താവിലേക്കുള്ള മടങ്ങിവരവ് വചനം പറയുകയാണ്, നീ അധ്വാനിക്കുന്നത് നിന്നെ വിട്ട് നഷ്ടമായി പോകില്ല, നിൻ്റെ വിയർപ്പിൻ്റെ ഫലം നിനക്ക് തന്നെ ലഭിക്കും. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പുനരുദ്ധാനത്തെ വിശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാം. തലമുറകളല്ല നിൻ്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. മൂന്നാമത് പുനരുദ്ധാനം നൽകുന്ന മൂന്നാമത്തെ സന്ദേശം യെശയ്യാവ് 65-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ചെന്നായിയും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വയ്ക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്കിലും ഒരു ദോഷമോ ഒരു നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കർത്താവ് പറയുന്നത് ഈ സിംഹവും കാളയും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന, കുഞ്ഞുങ്ങളും പുലിക്കുട്ടിയൊക്കെ ഒന്നിച്ച് ജീവിക്കുമെന്നാണ്. ചെന്നായും കുഞ്ഞാടും ഒന്നിച്ച് ജീവിക്കും എന്നാണ്. പുനരുദ്ധാനം നൽകുന്ന മൂന്നാമത്തെ സന്ദേശം, ജീവിതത്തിലെ കലഹങ്ങൾ മാറും, ജീവിതത്തിലെ ശത്രുതകൾ മാറും, ജീവിതത്തിൽ ശാന്തത കൈവരിക്കുവാനിടയാകും, ജീവിതത്തിൽ സമാധാനം കൈവരിക്കുവാനിടയാകും. ഇതാണ് പുനരുദ്ധാനം നൽകുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധയെ വയ്ക്കുകയാണെങ്കിൽ അവിടെ ശത്രുതയുണ്ടായിരുന്നു, കലഹമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, ഒറ്റിക്കൊടുക്കലുണ്ടായിരുന്നു, തള്ളിപ്പറച്ചിലുകളുണ്ടായിരുന്നു, പരിഹാസമുണ്ടായിരുന്നു, തകർച്ചകളുണ്ടായിരുന്നു, കല്ലെറികളുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പ് നൽകുന്നത് സമാധാനം, ശാന്തത. യേശു പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയുന്നത് സന്ദേശം എങ്ങനെയാണ്? കലഹങ്ങൾ മാറി, ശത്രുതകൾ മാറി, ശാന്തത, സമാധാനം കൈവരിക്കപ്പെടുന്ന ഒരു അനുഭവം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ കൂടെ എനിക്ക് സ്വന്തമാക്കുവാൻ കഴിയും എന്നതാണ്. ഇവിടെ യെശയ്യാവ് പറയുന്നത് നോക്കുക, ചെന്നായിയും കുഞ്ഞാടും ഒന്നിച്ച് മേയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, ഒരു തുല്യത ഉണ്ടാകും. അവിടെ ചെന്നായയും കുഞ്ഞാടും ശത്രുതയോടുകൂടെ പെരുമാറുമെന്നതല്ല, ചെന്നായ കുഞ്ഞാനെ പിടിച്ച് ഭക്ഷിക്കുമെന്നതല്ല. അവർ മേയും, കുഞ്ഞാട് മേയുന്നത് പോലെ ചെന്നായയും ഈ പച്ചയായ പുൽപ്പുറങ്ങൾ മേഞ്ഞ് അതിനെ ഭക്ഷിക്കുമെന്നാണ്. തുടർന്ന് പറയപ്പെടുന്നത്, സിംഹം കാള എന്ന പോലെ വൈക്കോൽ ഭക്ഷിക്കും. കാളയുടെ ആഹാരമാണ് വൈക്കോൽ, സിംഹത്തിൻ്റെ ആഹാരം മാംസം. മാംസമല്ല മറ്റൊന്നും സിംഹം കഴിക്കത്തുമില്ല. എന്നാൽ ഇവിടെ പറയുന്നു, കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ ഇടപെടൽ എന്നിലുണ്ടാകുമ്പോൾ സിംഹവും കാളയും ഒരുപോലെ ഭക്ഷിക്കും, ഒരു മേശന് ചുറ്റും അവർ ആയിരിക്കുമെന്ന് പറയുന്നത്. ഇവിടെ ഒരു മാനുഷികമാവുന്ന തലത്തിൽ നാം തിരിച്ചറിയണം. സിംഹമാവുന്ന മനുഷ്യൻ, കാളയാകുന്ന മനുഷ്യൻ, ചെന്നയാകുന്ന മനുഷ്യൻ, കുഞ്ഞാടിനെ പോലെ ജീവിക്കുന്ന മനുഷ്യർ. അപ്പോൾ ഈ മനുഷ്യരുടെ ഇടയിൽ പുനരുദ്ധാനം നൽകുന്നത് സമാധാനത്തിൻ്റെ അനുഭവം, സന്ദേശം തന്നെയാണ്. പ്രിയമുള്ളവരെ, എന്നിലും നിന്നിലും നിറയപ്പെടേണ്ട ആ സന്ദേശം തന്നെയാണ് ശാന്തത കൈവരിക്കപ്പെടുന്ന, തുല്യത കൈവരിക്കപ്പെടുന്ന ഒരനുഭവത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയണം. യേശുവിൻ്റെ പെസഹ മേശയുടെ ചുറ്റും ഒരു തുല്യത ഉണ്ടായിരുന്നു. യേശു പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് നീ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞില്ല, നീ എന്നെ തള്ളി പറയും അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞില്ല. യേശു യൂദയെ മാറ്റി നിർത്തിയിട്ട് നീ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞില്ല, നീ എന്നെ ഒറ്റക്കൊടുക്കും, നീ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞില്ല. സിംഹത്തെപ്പോലെ, ചെന്നായെപ്പോലെ നിൽക്കുന്ന ആ യൂദയെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെയും കാൽ കഴുകി കർത്താവ് പറയുന്നുണ്ട്, ഈ പാനപാത്രത്തിൽ നീ കുടിക്കുക, ശാന്തത കൈവരിക്കുക, സമാധാനം കൈവരിക്കുക,
തുല്യത കൈവരിക്കുക. അതാണ് ഈസ്റ്റർ നൽകുന്ന മൂന്നാമത്തെ സന്ദേശം. നാലാമത് ഈസ്റ്റർ നൽകുന്ന നാലാമത്തെ സന്ദേശം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം അതിൻ്റെ 28 അധ്യായത്തിലേക്ക്, മത്തായി 28 അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടക്കുന്ന സ്ഥലം വന്ന് കാൺമേൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോടുകൂടെ പറയുവേൻ. നാലാമത്തെ സന്ദേശം, അവഗണിക്കപ്പെടുന്നവരെ മാനിക്കുന്നതാണ് പുനരുത്ഥാനം. അവഗണിച്ച് ഇരിക്കുന്ന സമൂഹത്തെ മാനിക്കുന്നതാണ് പ്രിയമുള്ളവരെ പുനരുത്ഥാനം. ആരാണ് അവഗണിക്കപ്പെട്ടവർ? യഹൂദന്മാരുടെ പാരമ്പര്യമായ സ്ത്രീകൾ അവഗണിക്കപ്പെട്ടവരാണ്. അവർ ഭവനത്തിൽ നിന്ന് പുറത്തു വരുവാൻ പാടില്ല, ദൈവാലയത്തിന്റെ പ്രാകാരം വരുവാൻ പാടില്ല, പരസ്യമായി ആരാധിക്കുവാൻ പാടില്ല, അവർ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ പാടില്ല, ഇരിക്കുവാൻ പാടില്ല. ഇവിടെ നോക്കുക, യേശുവിൻ്റെ ജനനത്തെ, ഈ ഉയർപ്പിന്റെ സന്ദേശവാഹകരായി കർത്താവ് തെരഞ്ഞെടുത്ത സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീകളെ തെരഞ്ഞെടുത്ത കർത്താവ് പുനരുത്ഥാനത്തിൽ പഠിപ്പിക്കുന്നത് അവഗണിക്കപ്പെടുന്ന എന്നെയും നിന്നെ കർത്താവ് എപ്പോഴും മാനിക്കും എന്നതാണ്. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ അവഗണിക്കപ്പെട്ടവർ ഞാൻ നീയം, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ ഞാൻ നീയം, സഭയിൽ അവഗണിക്കപ്പെട്ടവർ ഞാൻ നീയം, ബന്ധങ്ങളിൽ അവഗണിക്കപ്പെട്ടവർ ഞാൻ നീയം. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിനക്ക് ദൗത്യം നൽകും, കടമ നൽകും. പോയി ശിഷ്യന്മാരോട് പറയുക, പുരുഷന്മാരോട് കൂടെ പറയുക, നിന്നെ ആരാണോ അവഗണിച്ചത്, നിന്നെ ആരാണോ മാറ്റി നിർത്തിയത്, അവരോടുകൂടെ നീ പറയുക, കർത്താവ് ഉയർത്തു. എത്രയേറെ സന്തോഷമുള്ള ഒരു സന്ദേശമാണ്. എത്ര വലിയ മാനമാണ് കർത്താവ് ഒരു സമൂഹത്തെ നൽകുക, സ്ത്രീകൾക്ക് നൽകുക, ക്രിസ്തു ജനത്തിന് നൽകുക, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് നൽകുക. പ്രിയമുള്ളവരെ, പുനരുത്ഥാനം നമ്മോട് പറയുന്നത് തന്നെയാണ്. നാലാമതായി പറയുന്നുണ്ട്, നീ നിൻ്റെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവൻ ആണ് എങ്കിൽ നിൻ്റെ അവഗണന കർത്താവ് നീക്കാം, കർത്താവ് നിന്നെ മാനിക്കും. ആ സ്ത്രീ എന്ന് മാത്രമല്ല, ആരും അവഗണിക്കപ്പെടും. കർത്താവിന് വേണ്ടി ആരാണോ ക്രൂശ് ചുമക്കുന്നത്, കർത്താവിന് വേണ്ടി ആരാണോ പരിഹസിക്കപ്പെടുന്നത്, കർത്താവിന് വേണ്ടി ആരാണോ നുറുക്കപ്പെടുന്നത്, അവരെല്ലാവരും കർത്താവിനെ മാനിക്കപ്പെടും. പുനരുത്ഥാനം അവിടെ മാനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടും. എന്നെയും നിന്നെ ഉയർത്തിയത് പുനരുത്ഥാനം തന്നെയാണ്. എന്നെയും നിന്നെയും സമൂഹത്തിൽ ഇങ്ങനെ നിലനിർത്തുന്നത്, മറ്റുള്ളവരുടെ മുമ്പ് ശ്രേഷ്ഠയേറിയ അനുഭവത്തോടുകൂടെ, പുരോഹിത അനുഭവത്തോടുകൂടെ നിലനിർത്തുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം തന്നെയാണ്. അതിനാൽ തിരിച്ചറിയാം, എന്നെ മാനിച്ച കർത്താവ് പുനരുത്ഥാനത്തിന് ശക്തി നൽകി എന്നിൽ കൂടെയുണ്ട്. അവസാനവും അഞ്ചാമതുമായി പുനരുത്ഥാനം നൽകുന്ന മറ്റൊരു സന്ദേശം, മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ നമ്മെ കൈവിട്ടു എങ്കിൽ മറ്റൊരു മനുഷ്യനാൽ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് എന്നെ അവൻ ഉയർത്തി. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടത്. ആദ്യ മനുഷ്യനിൽ കൂടെ മരണം സംഭവിച്ചു, ഒരു മനുഷ്യനിൽ കൂടെ മരണം സംഭവിച്ചു, മറ്റൊരു മനുഷ്യനിൽ കൂടെ ജീവൻ ഉണ്ടായി. ആ ജീവന് സാക്ഷി നിൽക്കുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് പ്രത്യാശിച്ച് സഹനത്തിൻ്റെ പാതകളെ ആനന്ദത്തിൻ്റെ പാതകളാക്കി തീർക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ഈസ്റ്റർ ദിനത്തിൽ ദൈവവചനം നമ്മോട് പഠിപ്പിക്കുന്നത് തന്നെയാണ്, ഉയർത്ത ക്രിസ്തുവിനെ സാക്ഷീകരിക്കുക, ഉയർത്ത ക്രിസ്തുവിനോട് കൂടി ജീവിക്കുക, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുക. പുനരുത്ഥാനം ജീവനേകുന്ന അനുഭവം തന്നെയാണ്. ആ പുനരുത്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ എന്നിലേക്ക് ചേർത്ത് പിടിച്ച് ക്രിസ്തുവിൽ ചേർന്ന് നിന്ന് സഹനത്തിൻ്റെ പാതകളിലും പ്രത്യാശ കൈവിടാതെ ജീവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. 5 ചിന്തകൾ ദൈവവചനം നമ്മെ പഠിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അവർ ചിന്ത എങ്ങനെയാണ്? നിന്നിലെ പഴയത് നീങ്ങിപ്പോകണം, നിന്നിലെ പുതിയത് വചനത്തിൽ കൂടെ നീ ഒന്ന് സൃഷ്ടിച്ചെടുക്കണം. പഴയത് എന്തൊക്കെയാണ് നിന്നിലുണ്ടാകുന്നത്, പഴയ എന്തൊക്കെയാണ് എന്നിലുണ്ടായിരിക്കുന്നത്, അതൊക്കെ പാടി ഉപേക്ഷിച്ച്, അതൊക്കെ ക്രൂശിൽ ഉപേക്ഷിച്ച്, അതൊക്കെ ദൈവാലയത്തിൽ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യരായി പുതിയ തലങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമുക്കൊരുങ്ങാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലവിലെ ക്രിസ്തേശങ്ങൾ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, ധർമ്മസ്വരൂപത്തിൽ പാടി പ്രാർത്ഥിക്കാം.
തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവേ എന്നിൽ നിന്നെടുക്കെ മാറരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്കു തിരികെ തരണമേ. മത്സരമുള്ള ആത്മാവേ എന്നെ താങ്ങണമേ. പ്രാർത്ഥിക്കാം. പുനരുദ്ധാനത്തിൻ്റെ മഹോത്സവം കൊണ്ടാടുവാൻ ഉയർപ്പിൻ്റെ സന്ദേശവുമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തുവേ, ശരീരത്തിലും ആത്മാവിലും ക്കുവാനുള്ള പുനരുദ്ധാന സന്ദേശം ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നാഥ, പഴയ ജീവിത രീതികൾ മാറി പുതിയ ജീവിത തലങ്ങളിലേക്ക് കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തുന്നു എന്ന പുനരുദ്ധാന സന്ദേശം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവപിതാവേ, നിന്നിൽ ജീവിച്ച് നിന്നിലുള്ള ആനന്ദം കണ്ടെത്തുവാനായി ഞങ്ങൾ ദൈവസ്ഥലായിരിക്കുമ്പോൾ ഈ പുനരുദ്ധാനത്തെ ഞങ്ങൾക്ക് നൽകിയ ആലോചന ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ആത്മീക കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വചനം കേട്ട് അത് ത്യജിച്ചും മറന്നും കളയുന്നവരായിട്ടല്ല, വചനം കേട്ട് വചനത്തിൽ നിലനിൽക്കുന്നവരായുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, പുനരുദ്ധാനത്തെ വിശ്വസിക്കുമ്പോഴും പ്രത്യാശ വയ്ക്കുമ്പോഴും പീഡനങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, ക്രൂശ് ചുമക്കേണ്ട അനുഭവങ്ങളുണ്ട്, കല്ലെറിയപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അതൊക്കെ കണ്ട് ഭയപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ശത്രുതകളെ നീക്കിയ, ക്രൂശിൽ ശത്രുതകളെ നീക്കിയ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്താൽ ശാന്തതയുടെയും സ്വസ്ഥതയുടെയും സമത്വത്തിൻ്റെയും അനുഭവത്തെ അവിടുന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനത്തിൽ കൂടെ യാത്ര ചെയ്യട്ടെ, കൈപിടിച്ച് നടത്തണം. അവിടുത്തെ സന്നിധി വഴിപാടുമായി ഞങ്ങൾ വരുന്നു. ഞങ്ങളെ സ്വീകരിക്കണം, സമർപ്പിത കരങ്ങൾ അനുഗ്രഹിക്കണം, ശേഷം കൃപയെ സൂക്ഷിക്കണം. യേശുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇപ്പോൾ ഗായക ഒരു ഗാനം ആലപിക്കും, സ്തോത്ര കാഴ്ച സമർപ്പിക്കാം.
കല്ലതു മാറി നിന്നു മുദ്രയും മാറി കാവൽക്കാർ നീങ്ങി കല്ലതു മാറി നിന്നു മരണമേ നിൻ ജയമെവിടെ പാതാളമേ വിഷമുള്ളവിടെ മരണമേ നിൻ ജയമെവിടെ പാതാളമേ വിഷമുള്ളവിടെ ആ ആ ആ സ്തോത്രഗീതികൾ പാടിടാം ഉയർത്ത ദേവനു നാം ഹൃദയതന്ത്രികൾ നീട്ടിടാം സ്നേഹരാജനു നാം രാജാതിരാജൻ യേശുനാഥൻ മേഘത്തിൽ വന്നിടുമ്പോൾ അന്നു നാം ചേരും പ്രിയന്റെ കൂടെ സ്വർഗ സന്തോഷമതിൽ അന്നു നാം ചേരും പ്രിയന്റെ കൂടെ സ്വർഗ സന്തോഷമതിൽ ഉയർപ്പിൻ കാഹളം മുഴക്കിടാം രാജാതിരാജനെ സ്വീകരിക്കാം ഉയർപ്പിൻ കാഹളം മുഴക്കിടാം രാജാതിരാജനെ സ്വീകരിക്കാം ആ ആ ആ സ്തോത്രഗീതികൾ പാടിടാം ഉയർത്ത ദേവനു നാം ഹൃദയതന്ത്രികൾ നീട്ടിടാം സ്നേഹരാജനു നാം മാനവപാപം പോക്കുവാൻ ക്രൂശിൽ മരിച്ചവരേ മൂന്നാം നാളിൽ മൃത്യു വിജയിച്ച് ഉയർത്തെണീറ്റവനേ മൂന്നാം നാളിൽ മൃത്യു വിജയിച്ച് ഉയർത്തെണീറ്റവനേ സസ സരി ഗരി സരി സ പപ്പദ പമ പദനി ദപ നീരി രി ഗമ ഗരി സരി പപദനി ദപ ആരപ ഗമ പപ്പ ഗമ പ ഗമ പ രി ഗമ മ രി ഗമ രി ഗമ ആ പ്രാർത്ഥിക്കാം. അവൻ ഇവിടെയല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വർത്തമാനത്തിൻ്റെ സന്ദേശവാഹകരായി ഈ പുനരുദ്ധാനത്തിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കായി പീഡനങ്ങൾ അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് ചുമന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന് ഞങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ട് ഞങ്ങൾക്കായി ഉയർത്ത് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ആലയ മഹത്വത്തിലേക്ക് മടങ്ങി വരുന്ന പുനരുദ്ധാന മഹോത്സവ ദിനം ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഈ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ ആയിരുന്ന് ആ പുനരുദ്ധാന മഹോത്സവ നിറവ് ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് ദൈവകൃപയുടെ അനുഭവം അവിടെ നിന്ന് നൽകിയതിനായി സ്തോത്രം.
നാഥ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങൾ പാപത്തിൽ ജീവിക്കുന്നവരാണ്. എങ്കിലും അവിടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ബലഹീനതകളെ മാറ്റുവാൻ, ഞങ്ങൾക്ക് പാപമോചനം നൽകുവാൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളതായി തീർന്ന് മരണത്തിൽ കൂടെയും ഉയർപ്പിൽ കൂടെയും ആനന്ദപരമാകുന്ന മഹോത്സവത്തിൻ്റെ അനുഭവത്തെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുന്നതിനായും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ക്രിസ്തുവേ, പുനരുദ്ധാനത്തിൻ്റെ സദ്വർത്തമാനങ്ങളുമായി ഞങ്ങൾ ദേശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നവനായി, അവിടുത്തെ സദ്വർത്തമാനം പ്രഘോഷിക്കുവാൻ തക്കവിധമുള്ള ആത്മീക അനുഗ്രഹം നൽകുവാനായി അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങൾ അവിടുത്തെ സന്നിലർപ്പിച്ച ഞങ്ങളുടേതായ വഴിപാടുകളെ അവിടുന്ന് സ്വീകരിക്കണം. സ്തോത്ര കാഴ്ചകൾ അർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരണം. വിശേഷ പ്രാർത്ഥനയ്ക്കായി നിന്റെ സന്നിലായിരിക്കുന്ന അജികുമാർ, പ്രതിഭ